ടിൻഡു ടിൻഡു എണിക്ക് ഇതെന്താ രാത്രി യൂണിഫോം ഇട്ടിട്ടാണോ കിടന്നുറങ്ങിയത്? അതെ എന്നാ രാവിലെ കിടക്കേന്ന് എഴുന്നേറ്റ് നേരെ അങ്ങ് പോയാ മതിയല്ലോ. എന്താ ബുദ്ധി. എന്ത് കളി കളിച്ചാലും നീ സ്കൂളിൽ എത്തുമ്പോഴേക്കും ബെല്ല് അടിച്ചിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് പോവാൻ നോക്കടാ. വേഗം നോക്കടാ. ഭക്ഷണം കഴിക്കുമ്പോ നോ കോംപ്രമൈസ്, ആസ്വദിച്ച് കഴിക്കണം. അതേപോലെ സാറന്മാരുടെ ചീത്തയും നന്നായി ആസ്വദിച്ചോ. ശരി ഞാൻ പോയേക്കാം. എന്താടാ വൈകിയത്? ഞാൻ വരുന്ന വഴി ഒരു പെൺകുട്ടി എന്നെ ഫോളോ ചെയ്തു സർ. അത് ശരി, അതിന് നീ എന്തിനാ ലേറ്റ് ആയത്? ആ പെണ്ണ് വളരെ സ്ലോ ആയാ നടക്കുന്നേ, അങ്ങനെ ഞാനും സ്ലോ ആയി. ദീപു, ഇന്ന് കളിക്കാൻ ഞാൻ ഉണ്ടാവില്ല. അച്ഛന്റെ കൂടെ ഓഫീസിൽ പോവാനുണ്ട്. ഏത് ഓഫീസിൽ? വെള്ള ഓഫീസിൽ. അതെന്ത് സാധനം? എടാ, വെള്ളത്തിന്റെ ഓഫീസ്, വാട്ടർ ഓഫീസ്. ഓ, വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ്. അത് തന്നെ. എന്തിനാ അവിടെ പോകുന്നത്? ഞങ്ങളുടെ കിണറ്റിലെ വെള്ളത്തിലെ ഒരു നിറവ്യത്യാസം. നീ കിണറ്റിലെങ്ങാനും ഇറങ്ങിയോ? ഒന്ന് പോടാ, ഇത് അതൊന്നും അല്ല, വേറെന്തോ ആണ്. അല്ല, അതിനെന്തിനാ ഓഫീസിൽ പോകുന്നേ? വെള്ളത്തിന്റെ സാമ്പിൾ എടുത്ത് ഓഫീസിൽ കൊണ്ടുപോയി രാസപരിശോധന നടത്തും. വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അവരെന്തായാലും പറയും. അത് ശരി. എന്നാ ശരി, നാളെ കാണാം. സാർ, വെള്ളം പരിശോധനയ്ക്ക് വന്നതാണ്. ശോധനയും വെള്ളമൊക്കെ അങ്ങ് താഴെ, ഇവിടല്ല. അതല്ല സാർ, വെള്ളം പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. സാർ നോക്ക് മുകളിലേക്ക് പോയിക്കോ, അവിടെയാ. നീ ഏതാ? കൊറേ നേരമായല്ലോ ആരെയോ കാത്തു നിൽക്കുന്നു. എന്റെ പേര് ജിമ്മി. ഞാൻ ഇവിടെയുള്ളൊരു കുട്ടിയുമായി പ്രേമത്തിലാണ്. അവളെ കാത്തു നിൽക്കുകയാ. വേറെ പണിയൊന്നും ഇല്ലല്ലോ. എത്രയായി തുടങ്ങിയിട്ട്? ഞങ്ങൾ ന്യൂ ജനറേഷൻ അല്ലേ. ഇന്നലെ കണ്ടു, ഇഷ്ടപ്പെട്ടു. എല്ലാം വളരെ ഫാസ്റ്റായി. ദാ വരുന്നുണ്ട്, അവളല്ലേ? അതെ, ലെവല് തന്നെ. കണ്ടാൽ സുന്ദരിയല്ലേ? കണ്ടാൽ സുന്ദരി, തൊട്ടാൽ ബാങ്കരി എന്നാ ചൊല്ല്. അവള് പാവാ. ഹായ് സുമി. എന്താ ബസ് കാത്തു നിൽക്കുകയാ? അല്ലാതെ ബസ് എന്നെ കാത്തു നിൽക്കില്ലല്ലോ. നിന്റെ ഹ്യൂമർ സെൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് പിന്നെ സെൻസേ ഇല്ലല്ലോ. അത് കലക്കി. നീ പെട്ടെന്ന് ബൈക്കിലോട്ട് കേറ്. എന്നിട്ട് ആദ്യം ഒരു സിനിമ, പിന്നെ ബീച്ച്, പിന്നെ ഇതും. എന്തേ? എല്ലാം വളരെ ഫാസ്റ്റ് ആണ്. സാറേ എന്നെയാണ് സാറെന്ന് വിളിച്ചത്? താങ്ക് യു. സാർ, എന്തേലും തായോ? വയറ് കത്തുന്നത് പോലെ. അത് ദഹനക്കേട് കൊണ്ടാ. നമ്മുടെ അശോകൻ ഡോക്ടറെ കാണിച്ചാ മതി. സാർ, ഞാൻ ഉദ്ദേശിച്ചത് വിശന്നിട്ട് വയ്യുന്ന. കഞ്ഞി കുടിച്ചിട്ട് ദിവസങ്ങളായി. ഞാനും കഞ്ഞി കുടിച്ച് കൊല്ലങ്ങളായി. പനി വന്നാലേ അമ്മ ഉണ്ടാക്കി തരുള്ളൂ. സാർ പട്ടിണിയാ? എന്തേലും? പട്ടിണി. കുട്ടിക്കാലത്ത് പഠിക്കാൻ വിട്ട സമയത്ത് മര്യാദക്ക് പഠിച്ചിരുന്നാൽ നല്ല നിലയിൽ എത്തുമായിരുന്നില്ലേ? ഇവനാള് ശരിയല്ലല്ലോ. എന്താ ആലോചിക്കുന്നേ? എന്നാ സാർ, ഒരു 20 രൂപ ചായ കുടിക്കാനാ. താനെന്താ താജ് ഹോട്ടലിൽ പോയാണോ ചായ കുടിക്കുന്നേ? ഏയ് അല്ലല്ല, ആക്ച്വലി ചായ എനിക്ക് മാത്രമല്ല, എന്റെ ഗേൾഫ്രണ്ടിനും കൂടിയാ. അപ്പൊ വരും. തനിക്കും ഗേൾഫ്രണ്ടോ? അതെന്താ, ഞങ്ങൾക്ക് ഗേൾഫ്രണ്ട് പറ്റില്ലേ? എന്റെ ഒരു പാട്ട് കേട്ടിട്ടാ അവളെന്നെ ഇഷ്ടപ്പെട്ടത്. ഏത് പാട്ട്? ഞങ്ങള് പിച്ചക്കാരുടെ ദേശീയ ഗാനം. ഏതായാലും പാടി ചേട്ടൻ ഒരു ഗേൾഫ്രണ്ടിനെ ഉണ്ടാക്കിയെടുത്തു അല്ലേ? അതെ, എന്റെ കൂടെ കൂടി അവൾ എന്നെ ഒരു പിച്ചക്കാരനാക്കി എടുത്തു. അതാ ശരി. ദൈവമേ.